കഥ ഭർത്താവ് ഭാഗം 60. കൽപ്പടവുകൾക്ക് താഴെ വീട്ടുമുറ്റത്തേക്ക് കയറി വരാനുള്ള വഴിയിൽ മഴ നനഞ്ഞു കുതിർന്നതുപോലെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ആദ്യമാർക്കും അവളെ മനസ്സിലായില്ല. അത് ശ്രീലേഖയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിജയമ്മയും ഗിരിജയമ്മയും ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. മോളെ എന്ന് ഗിരിജമ്മ വിളിച്ചതോടെ ശ്രീലേഖ പതറി അങ്ങിങ്ങു നോക്കി. അവളുടെ നോട്ടം കണ്ടാൽ താൻ എത്തിപ്പെട്ട സ്ഥലം അവൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുമായിരുന്നു. അമ്മേ, ചേച്ചിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോ. ഇപ്പോൾ അങ്ങോട്ട് വിടണ്ട. അങ്ങോട്ട് വന്ന വിജയമ്മയുടെ മകൻ സന്തോഷ് പറഞ്ഞു. വാ മോളെ, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. നീ അവിടെ വന്നൊന്നിരിക്കുക, അല്ലെങ്കിൽ നീ ഇവിടെ തളർന്ന് വീണു പോയേക്കും കുഞ്ഞെ. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. എൻ്റെ പൊന്നുമോള് വാ. വിജയമ്മ അവളുടെ തോളത്തൂടെ കൈയിട്ടെങ്കിലും ശ്രീലേഖ അവരെ ഒറ്റ നോട്ടം നോക്കി. മാറി നിൽക്ക് ചേച്ചി, എനിക്കെൻ്റെ അമ്മയെ കാണണം. സുനിത എന്തിയെ ചേച്ചി? അവളിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് തീരെ ശക്തി പോരായിരുന്നു. മോളെ, സുനിത അവിടെ ഇരിപ്പുണ്ട്. നിന്നെ കണ്ടാൽ അവളിപ്പോൾ ബഹളം തുടങ്ങും. അവൾ നിലവിളിച്ച് ഉള്ള ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുക. ഇനിയും അവൾ ബഹളം വെച്ച് തുടങ്ങിയാൽ എന്തെങ്കിലും അസുഖം വരുമേ മോളെ അവൾക്ക്. മാറ്, എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം. ജീവനോടുണ്ടോ ചേച്ചി എൻ്റെ അമ്മ? അവൾ വിറച്ചുകൊണ്ട് അവരെ തള്ളി മാറ്റി ആദ്യത്തെ പടവിലേക്ക് കാൽ വെച്ചതും അവളുടെ നില തെറ്റിപ്പോയി. മോളെ എന്ന് വിളിച്ചും കൊണ്ട് ഗിരിജമ്മ അവളെ പിടിക്കാൻ നോക്കിയെങ്കിലും അവൾ എണീറ്റ് നിന്നു. വീട്ടുമുറ്റത്തേക്ക് ആൾക്കാരെ അടുപ്പിക്കാതെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ചേർന്ന് അവിടെ ബെഞ്ചും ഡെസ്കും ഒക്കെ വളഞ്ഞു വെച്ച് ഒരു അതിര് തീർത്തിട്ടുണ്ടായിരുന്നു. ശ്രീലേഖയ്ക്ക് പിന്നാലെ അവളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്തും കൊണ്ട് ഏതാനും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും നീങ്ങിക്കൊണ്ടിരുന്നു. നാട്ടിലെ ചില ചെറുപ്പക്കാർ അവരെയൊക്കെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും പൂർവാധികം കരുത്തോടെ അവർ തങ്ങളുടെ ജോലി തുടർന്നു. ശ്രീലേഖ വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബെഞ്ചമിൻ അവളോട് അകത്തേക്ക് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ നിന്നില്ല. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അവൾ വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് പിൻവാങ്ങുകയുള്ളൂ എന്ന്. ശ്രീലേഖയ്ക്കൊപ്പം ബെഞ്ചമിനും അകത്തേക്ക് കയറി. അവരുടെ കൂടെ കയറാൻ ശ്രമിച്ച 1-2 ഓൺലൈൻ മാധ്യമപ്രവർത്തകരെ ചെറുപ്പക്കാർ ചേർന്ന് വലിച്ചു പുറത്തിറക്കി. അവിടെ നിന്നാൽ മതി, അകത്തോട്ട് പോകണ്ട. ഇനി പോകണമെങ്കിൽ ഇപ്പോൾ പോലീസ് വരും. അവരുടെ കൂടെ കയറിക്കോ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങളെ തടയാൻ പാടില്ല. തടഞ്ഞാലും ഞങ്ങൾ നിൽക്കില്ല. അതിൽ അല്പം വീറുകൂടിയ ക്യാമറാമാൻ പറഞ്ഞു. നിൽക്കില്ലേ? നിന്നെ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചു പുറത്തിറക്കും. കാണണം നിനക്ക്? അത് പിന്നെ നീ നിൻ്റെ മാധ്യമപ്രവർത്തനം ആ റോഡിൽ നിന്ന് നടത്തും. അഖിൽ എന്നൊരു ചെറുപ്പക്കാരൻ മുമ്പോട്ട് വന്ന് അവൻ്റെ മൊബൈലിൽ പിടിക്കാൻ കൈനീട്ടിയെങ്കിലും തൊട്ടടുത്ത് നിന്നയാൾ അവനെ പിന്നിലേക്ക് വലിച്ചു മാറ്റിക്കളഞ്ഞു. ഹാളിനുള്ളിലേക്ക് കയറിയതോടെ പച്ചച്ചോരയുടെ ഗന്ധം അടിച്ചിട്ട് ബെഞ്ചമിന് മനം പിരട്ടി. അയാൾ പോക്കറ്റിൽ നിന്നും കൈലേസ് എടുത്ത് മൂക്കിനും മറയാക്കി പിടിച്ചു. ശ്രീലേഖ അവിടെ വഴിയറിയാതെ എന്നവണ്ണം നിൽക്കുന്നത് കണ്ട് അയാൾ ശ്യാംസുന്ദർ മരിച്ചു കിടക്കുന്ന റൂമിന് നേർക്ക് കൈ ചൂണ്ടി. വാതിൽക്കോലോളം വന്ന് കൊഴുത്ത ചോര തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. മുറിയുടെ മൂലയ്ക്ക് കൂനിക്കൂടി കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം കുനിച്ചിരിക്കുന്ന തൻ്റെ അമ്മയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടു മുൻപിൽ കാൽപെരുമാറ്റം കേട്ട് അമ്മ വിറയ്ക്കുന്നതും വീണ്ടും വീണ്ടും ഭിത്തിയോട് ഒട്ടിച്ചേരുന്നതും അവൾ കണ്ടു. അമ്മേ എന്നുള്ള ശ്രീലേഖയുടെ വിളി കേട്ട് അവർ നടുക്കത്തോടെ മുഖമുയർത്തി നോക്കി. തൻ്റെ കണ്ണുകൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്യാംസുന്ദരിലേക്ക് വീയാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. പോ, ദൂരെ പോ, അടുത്തോട്ട് വരരുത്. സരോജിനിയമ്മ മകളെ അകറ്റി നിർത്താൻ എന്നവണ്ണം ഇരുവശത്തേക്കും കൈകൾ വീശി. ശ്രീലേഖ അവരെ തൊടാനായി കൈനീട്ടിയപ്പോൾ അവർ തടഞ്ഞു. തൊടല്ല മോളെ, അമ്മയെ തൊടല്ലോടി. എൻ്റെ പൊന്നുമോള് അമ്മയോട് പുറത്തേക്കണേ. അമ്മയ്ക്കിതല്ലാതെ വഴിയില്ലായിരുന്നു മോളെ. എൻ്റെ മക്കളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് വേറെ വഴിയില്ലായിരുന്നടി. ഒരു തരി ശരീരഭാഗം പോലും താങ്ങാൻ ശേഷിയില്ലാത്തതുപോലെ അവർ തല ഭിത്തിയിലേക്ക് ചായ്ച്ചു വെച്ചു. മോളെ, പുറത്തേക്കിറങ്ങാം. പോലീസ് വാഹനം വന്നിട്ടുണ്ട്. അവർ നമ്മളെ പുറത്തിറക്കി വിടും. ബെഞ്ചമിൻ ശ്രീലേഖയോട് പറഞ്ഞു.
എൻ്റെ അമ്മയെ ഇവിടെ വിട്ടിട്ടോ? ഞാനിവിടെ നിന്നിറങ്ങില്ല. അമ്മയില്ലാതെ ഞാനിവിടെ നിന്നിറങ്ങില്ല. ശ്രീലേഖ അവിടെ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല. മോളെ, പറയുന്നതനുസരിക്ക്. പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്തേ തീരൂ. വാ, പറയുന്നതനുസരിക്ക്. ശ്രീലേഖ അവിടെ നിന്നും കൊണ്ട് ഒരു തവണ കൂടി അമ്മയെ നോക്കി. കണ്ടു കൊതി തീരാത്തവണ്ണം അമ്മ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവളുടെ നെഞ്ചു പൊടിഞ്ഞു. അപ്പോഴേക്കും സർക്കിൾ ഇൻസ്പെക്ടറും മറ്റ് 2-3 പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് വന്നു ചേർന്നു. ആ അമ്മയുടെ മകളാണ് സാർ. അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് ബെഞ്ചമിൻ പോലീസുകാരോട് പറഞ്ഞു. അവരെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ പെൺകുട്ടിയുടെ പുറത്തുണ്ട് സാർ. ശരി, പൊയ്ക്കോ. അയാൾ അവർക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ അനുവാദം കൊടുത്തു. ഇത് തൻ്റെ വീടല്ലെന്നും മറ്റേത് ദേശത്തുള്ള ഒരു അപരിചിത സ്ഥലമാണെന്നും ശ്രീലേഖയ്ക്ക് തോന്നി. പുറത്തേക്കിറങ്ങേണ്ട വാതിൽ എവിടെയാണെന്ന് പോലും അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അവൾ ഒന്നുകൂടി തിരിഞ്ഞു അമ്മയെ നോക്കി. കുറച്ച് കാക്കി യൂണിഫോമുകൾ അല്ലാതെ അവിടെ അവൾക്ക് മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവർക്കരികിലൂടെ പിന്നെയും പോലീസുകാർ അകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നു. പോലീസ് വന്നോടെ പുറത്തെ തിക്കും തിരക്കും കൂടി വന്നു. അകത്ത് എന്താണെന്ന് നടക്കുന്നത് എന്നറിയാനാണ് ഏവരും തിരക്കിട്ടത്. അവർക്കതൊക്കെ കൺമുന്നിൽ കണ്ടേ തീരൂ. അവിടെ പോലീസുകാർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കിയാലേ സംഭവ സ്ഥലത്ത് വന്നു ചേരാൻ പറ്റാത്ത മറ്റുള്ളവരോട് വിശദമായി പറയാൻ കഴിയൂ. വീടിന് ചുറ്റിനും നടന്നു ചിലർ ജനാലകൾ തുറന്നു കിട്ടാൻ വേണ്ടി അതിൽ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം 1-2 പോലീസുകാർ ഇറങ്ങി വന്ന് അവരെയെല്ലാം ദൂരത്തേക്ക് മാറ്റി. അവർക്കിനി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും മുൻപേ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ശ്രീലേഖ പുറത്തേക്കിറങ്ങി വന്നതും കൂട്ടുകാർക്കിടയിൽ ഇരുന്ന സുനിത എണീറ്റ് ഓടിപ്പാഞ്ഞു വന്ന് ആർത്തലച്ചും കൊണ്ട് അവളുടെ മാറിലേക്ക് വീണു. അനിയത്തിയെ ആശ്വസിപ്പിക്കാനായി വായൊന്ന് തുറക്കാൻ പോലും ശ്രീലേഖ അശക്തയായിരുന്നു. മോളെ, കരയല്ലടി. ചന്ദ്രിക വന്ന് സുനിതയെ പിടിച്ചു. നീ കരയുന്നത് കണ്ടാൽ അവൾക്കും പിടിവിട്ടു പോകും. അവളെങ്ങനാ പിടിച്ചു നിൽക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. ശ്രീലേഖ പതിയെ കൈകൾ ഉയർത്തി അനിയത്തിയെ പൊതിഞ്ഞു പിടിച്ചു. അവളുടെ മുഖത്തൊരു നിർജീവതയാണ് കാണാൻ കഴിയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ തുളുമ്പി ഒഴുകിയും കൊണ്ടേയിരിക്കുകയാണ്. മക്കളെ, അവിടോട്ട് വന്നിരിക്കേ. നിങ്ങളിവിടെ കാവൽ നിൽക്കും പോലെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? വിജയമ്മ അവർക്കരിക്കാനായി 2 കസേരകൾ എടുത്തും കൊണ്ട് വന്നിട്ട് കൊടുത്തു. അവരെ നിർബന്ധിച്ച് അതിലേക്ക് ഇരുത്തിയപ്പോൾ സുനിത സഹോദരിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. സജിത്തും കൂട്ടുകാരും എന്ത് സഹായത്തിനുമായി അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ശ്യാംസുന്ദരിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നു. തങ്കമണി നിലവിളിച്ചും കൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറാൻ നോക്കിയെങ്കിലും പോലീസുകാർ അവരെ തടഞ്ഞു. എൻ്റെ മോനാ സാറേ അത്. അവനൊന്ന് കാണണം, അല്ലാതെ ഞാൻ മാറില്ല. അവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല. പറ്റില്ല, അമ്മയല്ല ആരാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അതിനൊക്കെ ഒരു സമയമുണ്ട്, അപ്പോൾ കാണാം. പോലീസുകാർ വാതിലടഞ്ഞു നിന്നു. സാറേ, സർക്കിൾ ഇൻസ്പെക്ടറോട് ഞങ്ങൾ പറഞ്ഞോളാം. ഒന്ന് കണ്ടോട്ടെ സാറേ. ഞങ്ങളവൻ്റെ മാതാപിതാക്കളാണ് സാർ. ആരായാലും ഇപ്പോൾ അങ്ങോട്ട് വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ആരൊക്കെ പറഞ്ഞിട്ടും വഴങ്ങാൻ പോലീസുകാർ കൂട്ടാക്കിയില്ല. നിങ്ങൾക്ക് കാണണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ മാഡം വരും. മാഡത്തിനോട് പോയി ചോദിക്ക്. ഏത് മാഡം? സുന്ദരേശൻ തിരിഞ്ഞു പിന്നിലേക്ക് നോക്കി. റൂറൽ SP അനീറ്റ കുര്യൻ. ദേ വരുന്നു. പോലീസുകാരൻ അവിടെ നിന്നുകൊണ്ട് റോഡിലൂടെ മെല്ലെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന
പോലീസ് വാഹനത്തിന് നേരേക്ക് വിരൽ ചൂണ്ടി. പോലീസ് വാഹനം മുറ്റത്തേക്ക് വരാനുള്ള റോഡിലൂടെ കടക്കുമ്പോൾ മുന്നിൽ പോലീസ് ജീപ്പുകൾ കിടക്കുന്നതിനാൽ ഡ്രൈവർ റൂറൽ SP വാഹനം അവിടെ നിർത്തിയിട്ടു. അനിറ്റ കുര്യൻ പുറത്തിറങ്ങി നിന്ന് പരിസരം മുഴുവൻ വീക്ഷിച്ചു. അതിനുശേഷം 1-2 പൊതുപ്രവർത്തകരുമായി സംഭവത്തെപ്പറ്റി അന്വേഷിച്ചു. ശ്യാം സുന്ദർ എന്നയാൾ ഈ വീട്ടിൽ ആണൊരുത്തനുണ്ടായിരുന്നെങ്കിൽ എന്നേ കൊല്ലപ്പെടേണ്ടവൻ ആയിരുന്നു എന്നാണ് അവരെല്ലാം ആ പോലീസ് ഉദ്യോഗസ്ഥയോട് പറഞ്ഞത്. അവർ 3 സ്ത്രീകളും 10-15 വയസ്സുള്ള അംഗവൈകല്യമുള്ള ഒരു ചെക്കനും മാത്രം ആയിപ്പോയത് അവൻ്റെ ഭാഗ്യം. അല്ല, ഭാഗ്യമെന്നൊന്നും പറയേണ്ട സാറേ, നാട്ടുകാർക്ക് മുഴുവൻ പേടിയായിരുന്നു അവനെ. ഇവിടെ അടുത്ത വീട്ടിലെ പയ്യനുമായി എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ട് 2 എണ്ണത്തിനെ അവൻ വഴിയിലിട്ട് തല്ലി കൈയും കാലും ഒടിച്ചത്. അവനെ ആ തള്ള കൊന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ തീർത്തേനെ. അത്രയ്ക്ക് സഹിക്കിട്ട് പോയി ഈ ശ്യാം സുന്ദർ എന്ന കിരാതനെ കൊണ്ട്. ഏകദേശം അതേ അഭിപ്രായം തന്നെയാണ് 1-2 സ്ത്രീകളിൽ നിന്നും അവർക്ക് കിട്ടിയത്. അനിറ്റ കുര്യൻ തിരിച്ചു നടന്ന് തൻ്റെ വാഹനത്തിന് അരികിലേക്ക് ചെന്നു. അവർ വാതിൽ തുറന്ന ശേഷം ഡ്രൈവറെ വിളിച്ചു. സുകുമാരൻ, നിങ്ങൾ ഉറങ്ങുവാണോ? സ്റ്റാരിങ്ങിലേക്ക് മുഖം താഴ്ത്തിയിരുന്ന സുകുമാരൻ പെട്ടെന്ന് മുഖമുയർത്തി. അവന് തോന്നിയത് തൻ്റെ കൺമുൻപിലെ കാഴ്ചകളെല്ലാം മൂടൽ മഞ്ഞിനുള്ളിൽ മറഞ്ഞു കിടക്കുകയാണെന്നാണ്. തനിക്ക് മുമ്പിൽ ഒരു വീടില്ല. ആ വീടിൻ്റെ പരിസരം നിറഞ്ഞു ജനങ്ങൾ നിൽപ്പില്ല. എല്ലാം എവിടേക്കോ മറഞ്ഞു പോയിരിക്കുന്നു. ഒരു കാലത്ത് തൻ്റെ വീടിനേക്കാൾ താൻ സ്നേഹിച്ച വീടാണിത്. ഈ വീട്ടിൽ ജീവിച്ചിരുന്നവരെല്ലാം തൻ്റെ നെഞ്ചോരം ചേർന്നു നിന്നവരാണ്. അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി കിടക്കുകയായിരുന്നു. സുകുമാരൻ, എന്തു പറ്റി? അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ട് അനിറ്റ കുര്യൻ തിരക്കി. ഒന്നുമില്ല മാഡം. അവൻ പെട്ടെന്ന് കർച്ചീഫ് എടുത്ത് മുഖം തുടച്ചു. നിങ്ങൾക്കെന്താ, സുഖമില്ലേ? ആ പോലുദ്യോഗസ്ഥക്ക് സംശയമായി. ഒന്നുമില്ല മാഡം. ശരി, സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദിനോട് ഇങ്ങോട്ട് വരാൻ പറയേ. ശരി മാഡം. സുകുമാരൻ ഡോർ തുറക്കാനായി ലോക്കിലേക്ക് കൈവയ്ക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നത്. അയ്യോ, ദാ ഒരു കാലൻ ആ കൊച്ചുങ്ങളെ കൊല്ലാൻ നോക്കുന്നേ, സാറന്മാരെ ഓടിവായോ. സുകുമാരൻ ഡോർ തുറന്നിറങ്ങി മിന്നൽ പോലെ നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടി. സജിത്താണ് അവിടേക്ക് ആദ്യം എത്തുന്നത്. അവൻ വരുമ്പോൾ വിനു ശ്രീലേഖയ്ക്ക് നേരെ ആയുധമെടുത്ത് വീശാൻ തുടങ്ങുകയാണ്. 1-2 സ്ത്രീകൾ അവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അവരെ അവൻ ദൂരേക്ക് കുടഞ്ഞെറിഞ്ഞു. എൻ്റെ ശ്യാമേട്ടനില്ലാത്ത ലോകത്തിന് നീയും വേണ്ടടി തെണ്ടിച്ച്. അവൻ കത്തി വീശാൻ കഴിയും മുമ്പേ സജിത്ത് അവൻ്റെ നെഞ്ചത്ത് ഒറ്റ ചവിട്ട് ചവിട്ടി. വിനു പിന്നിലേക്ക് തെറിച്ചു വീണത് സുകുമാരൻ്റെ കാൽച്ചുവട്ടിലേക്കാണ്. കത്തി പിടിച്ചിരുന്ന വിനുവിൻ്റെ വലതു കൈ സുകുമാരൻ ബൂട്ടിട്ട കാൽ കൊണ്ട് ചവിട്ടി പിടിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം.